ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നെല്ലിയാമ്പതിയിലേക്ക് ഒരു യാത്രയാണ്. അപ്പോൾ നമ്മളിതാ എൻട്രി കയറിയിട്ടുണ്ട്. അപ്പോൾ പോണ സമയത്ത് തന്നെ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടു. അപ്പോൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ശരിക്കും ഇതിപ്പോൾ പോയതല്ല, ഒരു 2 മാസം മുന്നേ പോയ വീഡിയോ ആണ്. ഇപ്പോൾ ഇതുപോലെ വെള്ളങ്ങളൊന്നും ഇല്ല. എന്താ വെച്ചാൽ വേനൽക്കാലം ആയതോടുകൂടി വെള്ളമേ തീരെ ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ മഴയുള്ള സമയത്ത് പോയതാണ് ഇത്. അപ്പോൾ കണ്ടില്ലേ, മുകളിൽ നിന്നൊക്കെ നല്ല രീതിക്ക് കുത്തനെ നല്ലോണം വെള്ളം നല്ല രീതിക്ക് വരുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആ ക്ലൈമറ്റിൽ പോയ സമയത്ത് നല്ല രസമുണ്ടായിരുന്നു. കാണാനുള്ള കാഴ്ചകളും അതേപോലെ ആയിരുന്നു. നെല്ലിയാമ്പതിക്ക് പോണ സമയത്ത് തന്നെ ശരിക്കും നമ്മൾ ഈ മലമുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടം കാണാനാണ് കൂടുതലായിട്ട് നമുക്ക് താല്പര്യം. അപ്പോൾ ആ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. അതുപോലെ നമുക്കുള്ള ക്ലൈമറ്റും അതുപോലുള്ള ക്ലൈമറ്റ് ആയിരിക്കും. എവിടെ നോക്കിയാലും തിന്നാലും പറഞ്ഞാലും വെള്ളച്ചാട്ടം തന്നെയാണ്. കൈ പിടിക്കേ. പോകുമ്പോൾ തന്നെ ചെറിയ രീതിക്ക് ചാറ്റൽ മഴയുണ്ട്. അതുപോലെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കോട നല്ല രീതിക്ക് കോട വന്ന് ശരിക്കും നമ്മളൊന്നും കാണാത്ത രീതിക്ക് മഞ്ഞ് വന്ന് പോണുണ്ട്. അപ്പോൾ ഈ താഴത്തെ ചെരുവിൽ ഇറക്കി കുട്ടികൾ കുറച്ച് നേരം കളിച്ചു. കുറച്ച് ഫോട്ടോസുകളൊക്കെ ഇവിടെ നിന്ന് എടുത്തു. നല്ല രസമായിരുന്നു താഴെയുള്ള കാഴ്ചകൾ കാണാനായിട്ട്. പക്ഷെ താഴത്തേക്ക് കുത്തനെ ഉള്ള ചെരുവായതുകൊണ്ട് തന്നെ നമ്മൾ താഴെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, നല്ല ഡേഞ്ചറാണ്. അപ്പോൾ മുകളിൽ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു. നിറയെ വിനോദസഞ്ചാരികളും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോണ വഴിക്ക് അയ്യപ്പൻ തിട്ട് എന്നുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. അവിടെ ചെറിയൊരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പോയി 2 മണി അടിച്ച് അവിടുത്തെ ഭസ്മമൊക്കെ നെറ്റിയിലെടുത്ത് കുറിയൊക്കെ വെച്ചിട്ടാണ് മക്കൾ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് ആന അതെടുത്ത് കഴിക്കാനായിട്ട് വരും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ആരോ വിചാരിച്ചു. ഒന്നും കൂടി ആക്കടി, ഒന്നും കൂടി ആക്കടി, മണി തട്ടറി. അതോ മതി. അപ്പോൾ ഈ മഞ്ഞ് പൊതിഞ്ഞ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണത് എവിടേക്കാണെന്നറിയോ? മലക്കപ്പാറ വെള്ളച്ചാട്ടം കാണാനായിട്ടാണ്. മലക്കപ്പാറയിലേക്കാണ് ഈ യാത്ര. അപ്പോൾ നല്ല മഞ്ഞുണ്ട്, നല്ല ക്ലൈമറ്റും ആണ്. കുസുവല്ലേ കാല് വയ്ക്കുക. ഹലോ ഗായ്സ്, മലക്കപ്പാറ വെള്ളച്ചാട്ടത്തേക്ക് പോവുകയാണ്. മലക്കപ്പാറ വെള്ളച്ചാട്ടം നമ്മുടെ തന്നെ. അടി വഴുക്കോടി ഓടണ്ട കേട്ടാ അമ്മോ. നമുക്ക് വാവ്, ബ്യൂട്ടിഫുൾ. വന്നിട്ടുണ്ട് കാട്ടെടുക്ക്. അതിനെന്താണ്, ഒന്നുമില്ല, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. ഫുൾ മഞ്ഞടി, പൊളി വൈബടി, പൊളി വൈബടി, പൊളി.
നമ്മൾ മലക്കപ്പാറ വെള്ളച്ചാട്ടം ആ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ദാ അമ്മു കഷ്ടപ്പെട്ട് കയറി വരുന്നുണ്ട്. നല്ല കോട പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല ക്ലൈമറ്റാണ്, നല്ല വൈബാണ്. ചെറിയൊരു വഴുക്കലൊക്കെ ഉണ്ട്. അത്യാവശ്യം നോക്കി നടന്നില്ലെങ്കിൽ വേഗം താഴെ പോവുക. കഷ്ടപ്പെടാതെ താഴെ ഇറങ്ങുക. വേഗം താഴെ പോവുക. ഇതാണ് മായാവിൻ്റെ വറ്റാത്ത മന്ത്രക്കുളം. ഇതാണ് മായാവിൻ്റെ മന്ത്രക്കുളം. വറ്റുകയില്ലത്. നല്ല മഞ്ഞുണ്ട്. മഞ്ഞൊക്കെ പുക പോലെ പാറി നടക്കുകയാണ്. ഈ സ്ഥലത്ത് പോയവരുണ്ടെങ്കിൽ കമൻറ്റ്. നല്ല കോടയുണ്ട്. നല്ല വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ. അല്ലേ, ദൂരെ ആളുകൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരെയൊന്നും കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് മഞ്ഞായിട്ട് കയറി കിടക്കുകയാണ് മഞ്ഞ്. അമ്മോ, ഇപ്പം മലക്കപ്പാറ വ്യൂ പോയിന്റ് കാണാനായിട്ട് വന്നെങ്കിലും കോട മറഞ്ഞിട്ട് നമുക്ക് ആ താഴത്തെ ആ ഒരു വ്യൂ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് മഞ്ഞായിരുന്നു. അപ്പം മുകളിൽ ചെറിയൊരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനൊരു സ്പേസ് ഇവിടെ എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനായിരിക്കാം. ചിലപ്പോൾ മലയുടെ മുകളിൽ ഒരു കുഴിയായതുകൊണ്ട് മഴവെള്ളം വന്ന് അതിൽ തങ്ങി നിന്ന് കുളം എന്ന രൂപത്തിലായതായിരിക്കാം. എന്തുകൊണ്ടായാലും ഇത് സൂപ്പറാണ് കാണാനായിട്ട്. മുകളിൽ വ്യൂ ഒക്കെ നല്ല രീതിക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല കോടയുണ്ടായിരുന്നു. തട്ടിവിട്. അപ്പോൾ അമ്മുക്കുട്ടിയുടെ കാലിൽ ചെറുതായിട്ടൊന്ന് അട്ട കടിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ബ്ലഡും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാലിലല്ല, 2 കാലിലും ഒരുപോലെ കടിച്ചിട്ടുണ്ടായിരുന്നു. അട്ട തട്ടി വിട്ടിട്ടുണ്ട്. അവളോട് അയച്ചു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുന്ന് മടങ്ങുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റുള്ള ടൈമിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നെല്ലിയാമ്പതി ശരിക്കും ഒന്ന് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ലൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.